എൻ്റെ കർത്താവേ, ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ കർത്താവേ. ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ കർത്താവെ നീ സ്പർശിക്കണമേ കർത്താവെ. ശ്വാസകോശമായ രോഗങ്ങളുള്ളവരുടെ മുതുകിൽ നീ സ്പർശിക്കണേ കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങള് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. സൗഖ്യങ്ങളെല്ലാം ഈശോയെ സാക്ഷ്യമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ ഈ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോകുന്ന തല മുതൽ ഉള്ളംകാല് വരെ ചിരങ്ങും ചൊറിയുമുള്ളവരെ ഇപ്പൊ ഈശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രത്തെയാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഊടിന് താഴെ തൊട്ട് താഴെ വരെ ഇങ്ങനെ വിരിഞ്ഞ് കളറെല്ലാം മാറി മഞ്ഞ നിറത്തി കാണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അത് രക്തത്തിൻ്റെ എല്ലാ ഓട്ടം കുറഞ്ഞ് മരവിച്ച് രക്തോട്ടമില്ലാത്ത ഭാഗങ്ങൾ, ഭയങ്കര ഗുരുതരമായ മാരകമായ ഒരു അവസ്ഥ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ഗർഭപാത്രത്തിൽ ഞാൻ വേറെ കാലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഈശോ ഇപ്പോഴും ദർശനം തന്ന കാരണം ആ ഗർഭപാത്രങ്ങളെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ എന്ത് രോഗമാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് അത് യേശുവിന്റെ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ യേശു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, പിൻകഴുത്തിൽ വേദന ഉള്ളവർ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലയിലെ വേദന വിട്ടുമാറാത്തവർ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളൊക്കെ നെറ്റിയിലെ നെഞ്ചത്തും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികളെ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ PCOD ഉള്ളവർ, അതുപോലെ തന്നെ പിസ്റ്റുല രോഗികളെ, അതുപോലെ തന്നെ ഗർഭാശയത്തിൽ മുഴയുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കാൻ പാടുള്ളവർ, കിഡ്നി രോഗികൾ എല്ലാം അടിവയറ്റിൽ മുതുകിനൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നടുവ് രോഗികൾ, നടുവ് ഇരിക്കാൻ പറ്റാത്തവർ, അത് കിടക്കാൻ പറ്റാത്തവർ, ഉറങ്ങാൻ പറ്റാത്തവരെല്ലാം നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറ്റവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശേറിയവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുൾക്കിടം ചുഴിയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ തറച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ തറഞ്ഞവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുരിശിൽ മരിച്ചവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങള്, തിരവേദികള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ, രോഗികളെ സുഖപ്പെടുത്തി കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങളെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദന അനുഭവിക്കുന്നവരെ, ഹൃദയ സ്തംഭനമുള്ളവരെ, ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളവരെ, കരളിൽ നീർവീഴ്ചയുള്ളവരെ, ഫാറ്റി ലിവർ ഉള്ളവരെ, രോഗികളെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നടക്കാൻ വയ്യാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ് ഉറക്കം രാത്രി ഇല്ലാത്ത കർത്താവ് ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്ന് കരഞ്ഞുകൊണ്ട് കർത്താവ് കൃപാസനത്തിൽ പറയുന്നുണ്ട് ഈശോയെ. അവരെല്ലാം അവരെപ്പോലുള്ളവരെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ഈശോ അവരെ സ്പർശിക്കണമേ കർത്താവ്. ഈശോ ഞാൻ പറയാത്ത രോഗങ്ങൾ, തീരാത്ത രോഗങ്ങൾ കർത്താവ് ഇപ്പോഴും കർത്താവ് തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക കടങ്ങളുള്ളവരെ സാമ്പത്തികമായ ഒരു വഴി, ഈ 10,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ മാത്രമേ ഉള്ളൂ അച്ചോ, ഇനി ഇത് തീർന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ നിലനിർത്താം, വിശപ്പറിയാതെ എങ്ങനെ സ്കൂളിൽ വിടുമെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവരെ കർത്താവ്, കിടക്കാൻ ഇടമില്ലാത്തവരെ കർത്താവ്,
വാടകയ്ക്ക് വേണ്ടി ഒഴിയേണ്ടി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കും പാട്ടത്തിന് താമസിക്കുന്നവരെ കർത്താവ്, കല്യാണം വരുമ്പോഴേ കല്യാണം ഇങ്ങനെയുള്ള പൊറുതി കൊണ്ടാണ് കല്യാണം വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ്, വസതി കൊണ്ടും വീട് കൊണ്ടും പ്രതികൂലമായ സാഹചര്യത്തിൽ കല്യാണം വരാത്തവരെ, മറ്റു രോഗങ്ങൾ കൊണ്ടും കർത്താവ്, സൗന്ദര്യത്തിൻ്റെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് കർത്താവ് കല്യാണം നഷ്ടപ്പെട്ടു പോയവരെ, കല്യാണം ഇല്ലാത്തവരെ, കല്യാണം വരാത്തവരെ കർത്താവ് ശ്രമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലി ഇല്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നൈപുണ്യ പരീക്ഷകളുടെ കർത്താവ്, യോഗ്യത പരീക്ഷ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാവേ കർത്താവ്, പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, പരീക്ഷയിൽ കർത്താവ് ഫലം പ്രതീക്ഷിക്കുന്നവരെ എല്ലാവരെയും നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെ ഉടമ്പടി ചെയ്തു പോയ മക്കൾ കർത്താവ്, ഓരോരോ പരീക്ഷയ്ക്കും ഇന്റർവ്യൂ വേണ്ടി കർത്താവ്, ജോലിക്ക് വേണ്ടി കർത്താവ്, വിദേശ യാത്രയ്ക്ക് വേണ്ടി കർത്താവ്, നാട്ടിലുള്ള ജോലിക്ക് വേണ്ടി കർത്താവ്, പരീക്ഷ എഴുതി നിൽക്കുന്ന ഒരു കർത്താവ്, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കൾ കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ്, അവരെല്ലാ സങ്കടങ്ങളെയും കർത്താവ് സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, സന്തോഷത്തിന്റെ സാക്ഷികളാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിന്റെ സമയം വൈകിയോ നേരത്തെയായോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്, നിന്റെ കർത്താവാണ്. ഇപ്പം ക്രിസ്തു നിന്റെ പക്ഷത്താണെങ്കിലേ ഒരു സമയത്തിനും നിനക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കണില്ലേ 8:32 റോമാലേഖനം, കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്നാണ്. പക്ഷേ ആര് മാത്രമല്ല, എന്ത് നമുക്കെതിരെ നിൽക്കുമെന്ന് നമുക്ക് ചോദിക്കാം. കർത്താവ് നമ്മുടെ പക്ഷത്താണെങ്കിൽ എന്ത് നമുക്കെതിരെ നിൽക്കും എന്ന് വെച്ചാൽ സമയമോ നമുക്കെതിരെ നിൽക്കത്തില്ല. കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം വൈകിട്ടില്ല. ദൈവവേദലേ, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമയം നേരത്തെയും ആയിട്ടില്ല. കാര്യം എന്താണ്? വൈകിയതും വൈകിപ്പിക്കാത്തത് കർത്താവായ ദൈവമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഒരു സത്യമുണ്ട്. അതായത് നേരത്തെയായാൽ, ഇപ്പോൾ യോഹന്നാൻ 2:3 നമ്മൾ അത് ഉടമ്പടി വചനമുണ്ട്. എന്താണ്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. യോഹന്നാൻ 2:3 എന്താ വായിക്കണത്? എൻ്റെ സമയം ഇനിയും സമാഗതം ആയിട്ടില്ല. അപ്പോൾ ആയിട്ടില്ല, സമയം ആയിട്ടില്ലെന്ന് പറഞ്ഞാലും, സമയം നേരത്തെയാണെന്ന് പറഞ്ഞാലും അത് ക്രമീകരിക്കുന്നത് ആരാണ്? ഈശോയാണ്. പക്ഷേ നമുക്കൊരു സത്യം മനസ്സിലായി. എന്താണ്? പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ ശക്തമായൊരു മാധ്യസ്ഥം അവിടെ കിട്ടുമെന്ന്. വൈകിപ്പോയ സമയത്തിന് ശക്തമായൊരു മാധ്യസ്ഥം. ഇപ്പം 13 വർഷമായി അവർക്ക് മക്കളില്ല. മക്കളില്ല വന്നപ്പോൾ എന്ത് സംഭവിച്ചത്? അവരിവിടെ വന്ന് അവരോട് പറഞ്ഞു, ഇനി ഞാൻ കേരളത്തിൽ എനിക്ക് പോകാൻ ആശുപത്രിയില്ല എന്നാ പറഞ്ഞിരിക്കണേ. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ കുറേ ആൾക്കാരങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിലയം വിളിച്ചിരിക്കണം കണ്ടപ്പോൾ ഇവിടെ വിളിച്ചു, എന്താ പറ്റും മോളെ? എനിക്ക് 13 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ നീ പോയിക്കോ, കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. ഒറ്റ വാക്കാണ്. ആ 1 മാസം അവൾ ഗർഭിണിയാവും. അതായത് അച്ഛൻ്റെ വാക്കെന്നല്ല പ്രശ്നം. ഞാനൊരു വാക്ക് പറയുമ്പോൾ ആരെ ആശ്രയിച്ചാണ് അത് പറയണത്? കർത്താവിനെ ആശ്രയിച്ചാണ്. അതാണ് ഞാൻ ഈ ഒറ്റ സാക്ഷ്യം കേട്ടാൽ മതി, ഏതവിശ്വാസിയും വിശ്വാസിയാകുന്നു. എന്താ കാര്യം? ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാൻ ആ വാക്ക് പറയണത്, എൻ്റെ വാക്കിൻ്റെ മധ്യസ്ഥ ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് യേശുനാമത്തിൽ പറയണത്. അങ്ങനെ ആര് ഞാൻ തന്നെയല്ല, ആര് അഭിഷിക്തരാകാം, അഭിഷിക്തരല്ലാത്തവരാകാം. നീ കടുത്ത വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവനാമത്തിൽ പറഞ്ഞാൽ, വിശ്വസിക്കുന്നവരുടെ കൂടെ എന്നല്ല പറയണത്, ഈ അടയാളമുണ്ടായിരിക്കുമെന്ന്. വിശ്വസിക്കുന്ന കൂടെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണ്? അടയാളമാണ്. അപ്പോൾ 16:17 മർക്കോസിൻ്റെ സുവിശേഷം, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളമുണ്ടാകും. അപ്പോൾ വിശ്വസിക്കുന്ന കൂടെ എപ്പോഴും അടയാളമുണ്ടാകും. ഒരാളുടെ ജീവിതത്തിൽ അടയാളമില്ലെങ്കിൽ വിശ്വാസിയാണോ അല്ല എന്ന് ഒരു സംശയം ഉണ്ടാകും. കാര്യം എന്താണ്? വിശ്വാസിയുടെ കൂടെ അടയാളമുണ്ടാകും.
വിശ്വാസി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയുടെ വിശ്വാസിയായി തുടരുകയാണ്. എന്റെ ജീവിതത്തിലും അടയാളങ്ങൾ ലഭിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തെ നീ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ഓ കർത്താവേ, എന്റെ വിശ്വാസത്തെ നീ അടയാളങ്ങളാൽ സ്ഥിരീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എന്റെ വിശ്വാസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അമ്മ വഴികെ അമ്മയുടെ മാതൃക, അമ്മയുടെ നിലപാട്, ഓരോ വിഷയങ്ങളിലുമുള്ള അമ്മയുടെ ജ്ഞാനം, ഇതെല്ലാം എങ്ങനെയാണ്, എന്തിനാണ്, എപ്പോഴാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് അതെപ്പോഴും അനുകരിക്കാനും മറ്റുള്ളവരോട് അനുകരിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതാണ് ഞാൻ പറഞ്ഞ റാഡിക്കൽ മരിയൻ ഇവാഞ്ചലിസ്റ്റ് എന്ന്. ഞാൻ എപ്പോഴും അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വിഷയവും കിട്ടണത് നിങ്ങൾക്ക് കൂടി യോജിക്കുന്ന കാര്യമില്ല, നിങ്ങളോട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ അമ്മയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? നമുക്ക് ഈശോനെ അറിയാവോ? പൂർണ്ണമായിട്ട് അറിയാവോ? എനിക്ക് 4 വയസ്സ് മുതൽ ഞാൻ ഈശോൻ്റെ കൂടെ നടക്കുന്നതാണ്. ഓർമ്മയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ജീവിതത്തിലും ശുശ്രൂഷയിലും എല്ലാം. ഇപ്പോഴും നമുക്കറിയാം 1% പോലും കർത്താവിനെ അറിയാൻ പറ്റത്തില്ല. എങ്ങനെയാ നമുക്ക് 1% പോലും ഈശോനെ അറിയാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചില്ല, അറിയാത്തത് എങ്ങനെ പ്രസംഗിക്കുമെന്ന്? പ്രസംഗിക്കാൻ പറ്റത്തില്ല. അറിയാവുന്ന 1% നിന്ന് ഞാനീ പ്രസംഗിക്കണം. പക്ഷെ എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാണ്? അമ്മ. അമ്മയുടെ ഗുണം എന്താ? അതാണ് അമ്മയെ വൈ മരിയൻ മീഡിയേഷൻ. എന്താ കാര്യം? ഇപ്പോൾ ഈശോയെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടറിയാം. ദാറ്റ്സ് മതി. വീടില്ലേ നമ്മളെ ടാഗ് ചെയ്യണം. മരിയ സ്പിരിച്വാലിറ്റിയുമായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ടാഗ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ? നമ്മൾക്ക് ഈശോനെ അറിയത്തില്ല, അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അതൊക്കെ മേലല്ലേ ഈശോ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അമ്മയ്ക്ക് ഈശോനെ അറിയാം. കാര്യം മനസ്സിലായില്ലേ? ഈശോനെ അറിയാവുന്ന, പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മയോടുകൂടി നമ്മൾ അമ്മയുടെ കരം നമ്മൾ ഗ്രഹിക്കുന്നു, അമ്മയുടെ വഴികൾ നമ്മൾ തേടുന്നു, അമ്മയുടെ സമീപനം നമ്മൾ നോക്കുന്നു. ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഈശോനെ പൂർണ്ണമായിട്ടറിയാവുന്ന അമ്മ നമ്മുടെ മാതൃകയും മാധ്യസ്ഥമാകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ്? അമ്മയുടെ അനന്തജ്ഞാനത്തിൽ നമ്മൾക്ക് ഓഹരി കിട്ടുകയാണ്. ആദ്യം തന്നെ സാക്ഷ്യം പറയാൻ വൈകിയതിൽ അമ്മയോട് ഈശോയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. 26 വർഷമായിട്ട് എൻ്റെ വീടിൻ്റെ പൊക്കത്തിൽ കൂടെ 11 kV കറണ്ട് പോകുന്നുണ്ടായിരുന്നു, ലൈൻ കമ്പി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും അമ്മയുടെ വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, ഇത് എന്തെങ്കിലും ഒന്ന് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു കൃപ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 2 പ്രാവശ്യം അത് പൊട്ടി വീണു. ഞങ്ങൾക്കൊക്കെ എർത്തുണ്ടായി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അമ്മ സംരക്ഷിച്ചു. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ലൈൻ പൊട്ടി വീഴുകയും ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടായില്ല. ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ വന്ന് പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി ലൈൻ കെട്ടുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എത്രയും വേഗം ഇത് പെരയുടെ പൊക്കത്തിൽ നിന്ന് മാറ്റാനുള്ള ഒരു ഇതുണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു 26 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 10 വർഷത്തോളം ഇതിൻ്റെ പുറകെ ഞങ്ങൾ നടന്നതാണ്, എങ്ങനെയെങ്കിലും ഈ ലൈനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലൈൻ പോകുന്ന വീടിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ഇട്ടാലോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ സാർമാർ വന്നിട്ട് ഇന്ന് വരെ ഇത്രയും സാറുമാർ വന്നിട്ട് പറയാത്തൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ലൈൻ പൊട്ടി വീണപ്പോൾ ഈ സാറ് പറഞ്ഞു നമുക്ക് ഈ സൈഡിലൊന്ന് പോസ്റ്റ് ഇട്ട് നോക്കാം, ചിലപ്പോൾ നമുക്കത് ലൈൻ വലിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇടയ്ക്ക് അമ്മയുടെ പോയി നിന്നുകൊണ്ട് പോസ്റ്റിൻ്റെ ചുവട്ടിൽ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പിടുമായിരുന്നു. അമ്മ ഇപ്പോൾ ഈ ലൈൻ ഒന്ന് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പൊക്കത്തിൽ നിന്നൊന്ന് മാറ്റിത്തരണേ അമ്മേ, കുഞ്ഞുങ്ങളുള്ളതാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പെരയ്ക്ക് ചുറ്റും നടന്ന് കൊന്ത ചെല്ലുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ സംരക്ഷണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ തന്നത്. ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പൊക്കത്തിൽ നിന്ന് ആ ലൈൻ മാറ്റി അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി.
അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, ഒരു വർഷമായിട്ടില്ല, എൻ്റെ ഭർത്താവ് ഒരു വണ്ടി എടുത്തു, 2 വണ്ടി എടുത്തു. പിന്നെ അടുത്ത വണ്ടി എടുക്കാനായിട്ട് പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ദീപ നീ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ അമ്മ പറഞ്ഞു, എന്തോ ഒരു അപകടം വരുന്ന പോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ടോക്കൺ കൊടുത്തു പോയി. ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത്, എന്തോ അമ്മ ഇങ്ങനെ എന്നോട് പറയുന്നു വണ്ടി എടുക്കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ആൾ പോയി വണ്ടി എടുത്തു, ടോക്കൺ കൊടുത്തു, വണ്ടി എടുത്തു, നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥന സമയത്തും ഇതുപോലെ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ തന്നെ. അന്ന് വൈകുന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഈ കാശുരൂപവും കൊന്തയും അമ്മയുടെ ഫോട്ടോയും കൂടെ കൊണ്ടുപോയി വണ്ടിയെ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് രാത്രി തന്നെ പോയി 1 മണിയായ ആൾ വീട്ടിൽ വന്നപ്പോൾ വണ്ടി കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വണ്ടി വെച്ചോ എന്ന് ചോദിച്ചു, വെച്ചു. പിറ്റേ ദിവസം രാവിലെ വണ്ടി ഇറക്കുന്ന സമയമാണ്, ലോഡുണ്ട്. ലോഡുമായിട്ട് വണ്ടി വന്നു, വൈക്കത്തിന് ഇപ്പറേ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്നും ഫുള്ള് കത്തിപ്പോയി, ഫ്രണ്ട് മൊത്തവും കത്തിപ്പോയി. അത് ഇലക്ട്രിക് എന്തോ വയറിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു, ഷോർട്ടായതാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ വലിയൊരു സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ കൊച്ചിനെ അത്ഭുതകരമായിട്ട് അമ്മ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ അവൻ അറിയാൻ പോകുന്നില്ല, പുറകിൽ വന്ന വണ്ടിക്കാരാ പറഞ്ഞത് പുറകിൽ നിന്ന് തീ പിടിക്കുന്നുണ്ട്, വേഗം ചാടിക്കോളാൻ പറഞ്ഞു. അവൻ ചാടുമ്പോൾ ബാറ്ററി പൊട്ടിത്തെറിക്കുകയും കൂടെ ഒരുമിച്ചായിരുന്നു. അതുപോലെ ഒരു അത്ഭുതകരമായ രീതിയിൽ നിന്ന് അമ്മ ആ കുഞ്ഞിനെ ഞങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്ന ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ വീട് പണിക്ക് വേണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ആ ഒരു ഏജൻ്റ് ഉണ്ട്, ഏജൻറ്റ് വഴിയാണ് നമ്മൾ സാധനം ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഒരു ചെക്ക് കൊടുത്തു, ബ്ലാങ്ക് ചെക്കാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ 6 പോയപ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത്. ഏജൻറ്റിനെ വിളിച്ചിട്ടൊന്നും ഏജൻറ്റ് എടുക്കണമൊന്നുമില്ല. 1.5 മാസമായിട്ടും ഒരു വഴിയില്ല. സാധനം ഇറക്കിയ ലോഡ് കയറ്റിയെടുത്ത് അവർ വിളിക്കാൻ തുടങ്ങി, പൈസ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടൊന്നും ആ പുള്ളി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത് ഏതെങ്കിലും സാധനം ഇറക്കിയെടുത്ത സ്ഥലത്ത് പോയി നോക്കാം, അവിടെ ഒരു ഫ്ലോട്ടായിട്ട് കിടക്കുക. അപ്പം അവർ ദൂരെ എവിടെയോ ജോലി ചെയ്യുന്നവരായിരുന്നു, ലണ്ടനിലാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടായി പോയി ചോദിയിരും, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. മെഴുകുതിരി കത്തിച്ച് ഞാൻ കൈവിരിച്ച് നിന്ന് കണ്ണീരോടെ അമ്മയോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വഴി അമ്മ എനിക്ക് കാണിച്ചു തരണം, എൻ്റെ അനുവേട്ടന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്ത ഒരു മാടക്കട പോലെ ഉണ്ടായിരുന്നു, ആ അച്ഛൻ അവരുടെ നമ്പർ കൊടുക്കുകയും അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 80,000 രൂപ വരികയും ചെയ്തു. അങ്ങനെ അമ്മ ഞങ്ങൾ അതിൽ നിന്നും സംരക്ഷിച്ചു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് മൂത്ത മകന് സൈനസൈറ്റീസ് ഉണ്ടായിരുന്നു. ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു, ഒരു മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും കൊടുത്തതിൻ്റെ ഫലമായി അവനിപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ ഇളയ കുഞ്ഞിന് 10 വയസ്സാണ്, അവന് വയറ്റിൽ നിന്ന് പോകുന്നില്ല. 6 മാസത്തോളം അവനെ കൊണ്ടു നടന്ന് സ്കൂളിൽ 2-3 ദിവസം പോകും, ഛർദിലും വയറുവേദനയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നത്, ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് വല്ല ഫുഡ് പോയ്സൺ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് ആദ്യം മരുന്ന് തന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ പറയാൻ ഭയങ്കര നാണക്കാരനാണ്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ എനിക്ക് ആ വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ സപ്പോസിറ്റർ വെക്കും, പിന്നെയും വരും, പിന്നെ ഇതൊക്കെ പോലെ തന്നെ ESA പോയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ESAയിലേക്ക് തന്നെ കൊണ്ടുപോയി, കോട്ടയത്തെ. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് കുഴലിറക്കി ഒരു ടെസ്റ്റ് നടത്തണം, 1 മാസം ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുഴലൊക്കെ ഇറക്കി കുഞ്ഞു പ്രായത്തിൽ അവനൊരു ടെസ്റ്റ് ചെയ്യാനുള്ള, അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ സാക്ഷ്യം പറയാം, അമ്മ അവനെ അനുഗ്രഹിക്കണം, അവനെ നിർത്തി സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉപ്പും തേനും എന്നും തൈലവും എന്നും വെള്ളത്തിൽ ഇട്ട് കൊടുക്കും. തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവന് തേച്ചും കൊടുത്തതിൻ്റെ ഫലമായി ഇന്ന് അവനൊരു കുഴപ്പവും ഇല്ല. എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഓർഫനേജുകളും എല്ലാ ശനിയാഴ്ചകളിലും പോയി അമ്മമാരെ കുളിപ്പിക്കും, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനൊരു അച്ഛനെ അമ്മേനെ നോക്കാറുണ്ട്, ആഴ്ച അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും, എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ചേച്ചിക്ക് അവരുടെ മോക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും. ഡ്രസ്സാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ധ്യാനം, അതുപോലെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, അത് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അതുപോലെ ഡെയിലി ബെഡ്, അതിൽ വരുന്ന വചനങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കും, അതും ഞാൻ സ്റ്റാറ്റസ് ആക്കും, ഡെയിലി ബെഡ് സ്റ്റാറ്റസ് ആക്കും. രാവിലെ തന്നെ 5:30 എൻ്റെ ഡെയിലി ബെഡ് ഞാൻ ഷെയർ ചെയ്യുന്ന നോക്കിയിരിക്കുന്ന അനേകായിരം പേരുണ്ട്, അവർക്ക് ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെറുതും വലുതുമായിട്ട് അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാത്തിനും കോടാനുകോടി നന്ദി. പേര് റെൻസി ജോൺസൺ, വൈക്കം ഫൊറോന ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 7/2/2023 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ പ്രധാന കാര്യം 14 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻ ഇവിടെ വരാനുള്ള പ്രധാന കാര്യം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത്, എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തതാണ്.
അവളുടെ കൂടെ കൂട്ടിന് വന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാനിതെടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് നൽകിയത്. 14 വർഷത്തോളം ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എൻ്റെ 3ാമത്തെ പുതുക്കലിന് അത് കഴിഞ്ഞതിന് ശേഷം മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു തന്നു. അതിനു മുമ്പ് ഞാനിവിടെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചിരുന്നു. അന്ന് അച്ഛൻ ഇവിടെ എന്നോട് പറഞ്ഞു, അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് ഞാനിവിടെ കുഞ്ഞുമായിട്ട് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം നമുക്കിത് ആദ്യം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് അഹങ്കാരമാവാം, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുവാ, ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങ് പോകുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറേ അങ്ങ് മാറും. പിന്നെ ഈ എന്താ പറയുക, നമുക്ക് ഈ പത്രമായിട്ടൊക്കെ നമുക്ക് പോകുന്ന അങ്ങനെയൊന്നും ഒരു മടി ഉണ്ടാവില്ല. നമ്മൾ വീടുകൾ കയറി ഇറങ്ങും, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും, നമുക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. പിന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു സ്ഥലത്ത് പോയി ഒരുപാട് നേരം ഒരു കറക്റ്റ് 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈമാകുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടണം. കാരണം ആഹാരത്തോടുള്ള ആർത്തി കൊണ്ടല്ല, എനിക്ക് ആ സമയത്ത് കിട്ടിയില്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു തലവേദന അങ്ങ് തുടങ്ങും സൈഡിൽ നിന്ന്. ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു ദിവസം ഇത് കിടത്തും. കാരണം ഛർദിലാകും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ കാണാൻ മേല, ഇരുട്ടത്തായിരിക്കും പിന്നെ ഞാൻ. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അവസ്ഥയിലൂടെ പോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവ് ആദ്യമേ മാറ്റിത്തന്നത് ആ ഒരു കാര്യമാണ്. അത് അത്ര കൊണ്ട് ഞാൻ വിഷമിച്ചിരുന്നൊരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു മരണ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാണ്. ദൈവമേ, കറക്റ്റ് ടൈമിന് എനിക്ക് ഫുഡ് കിട്ടത്തില്ലല്ലോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സമയമാകുമ്പോൾ മുതൽ കയ്യങ്കാലും വിറയ്ക്കാൻ തുടങ്ങും. കാരണം ഈ തലവേദന പേടിച്ചിട്ട്. പക്ഷെ എനിക്ക് ആദ്യമേ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, പ്രാർത്ഥിക്കാൻ, ബൈബിൾ വായിക്കാൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ ഇപ്പം ഭർത്താവിൻ്റെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് കയ്യിൽ ഒന്നുവെച്ചാൽ ഉടമ്പടി തൈലം, അതൊരു വിശ്വാസമാണ്. കാരണം നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലം, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു ധൈര്യമാണ്. ആ സമയത്ത് ഉടനെ തന്നെ ഈ ഉടമ്പടി തൈലം മേത്തൊക്കെ പുരട്ടി. പക്ഷേ അവിടെ ചെന്ന സമയം വരെ ഒരു പ്രശ്നവും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. മാതാവ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാരണം ഇത്രയും പെട്ടെന്ന് നമുക്ക് ഞാൻ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ പോയിട്ടുള്ളതാണ്. ഒരാഴ്ച അങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ പറയട്ടെ, എടുക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ ഉറപ്പില്ലായിരുന്ന ഞാൻ, മാതാവ് എനിക്ക് എത്ര പെട്ടെന്നാണ് ഒരു അനുഗ്രഹം തന്നത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. കാരണം മാതാവ് ഉണ്ടല്ലോ നമുക്ക്. എന്ത് പ്രശ്നം വന്നാലും മാതാവിനെ വിളിച്ചാൽ നമ്മുടെ കൂടെ മാതാവ് ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ മാതാവ് നമ്മുടെ കൂടെ അങ്ങ് പോരും. അത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാതാവ് നമ്മുടെ കൂടെ അങ്ങ് വരുവാണ്. സഞ്ചാരി മാതാവെന്ന് പറഞ്ഞാൽ സത്യമാണ്. സഞ്ചരിച്ച് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് സഞ്ചാരി മാതാവ്. പിന്നെ നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും എങ്ങനെയൊക്കെ വന്നാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ നിമിഷവും മാതാവിൻ്റെ അനുഗ്രഹമാണ്, ഓരോ സെക്കൻഡും മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈശോയും മാതാവും ഇല്ലാത്തൊരു ജീവിതത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഇനി അങ്ങോട്ട് ഉള്ള ജീവിതം മുഴുവനും ശരിക്കും പറഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുവാണ്. കാരണം 14 വർഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വർഷമൊന്നും അല്ലല്ലോ.
അത്രത്തോളം വേദനകളും അറിയാലോ, ആ അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് അറിയാൻ പറ്റും. അത്രത്തോളം വിഷമിച്ച് പോയ വർഷങ്ങളാണ്. പക്ഷെ മാതാവ് എത്ര പെട്ടെന്ന് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും. ഇനിയും കൃപാസന മാതാവിൻ്റെ അടുക്കൽ ഞാൻ വരും, പ്രാർത്ഥിക്കും. ജീവിതകാലം മുഴുവനും ആ മാതാവിൻ്റെ നടയിൽ ജീവിച്ച് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നന്ദി. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി.